വളരെ മനോഹരമായൊരു ഗാനമാണ് അടുത്ത് നമ്മൾ പാടാൻ പോകുന്നത്. വിപ്ലവങ്ങളൊക്കെ സൃഷ്ടിച്ച പാട്ടുകളൊക്കെ എഴുതിയ ഒരാളാണ് ഭാസ്കരൻ മാഷെങ്കിൽ അതിൽ ഒരു പാട്ടാണ് എല്ലാവരും ചൊല്ലണേ എല്ലാവരും ചൊല്ലണം അല്ലേ. അതിനകത്ത് നമ്മുടെ നായിക പറയുന്നത് എന്താണ്? നീലക്കരിമ്പിൻ്റെ തുണ്ടാണ് കണ്ടതെന്നല്ലേ. അപ്പോൾ ഈ നീലക്കരിമ്പിൻ്റെ കുറിച്ചൊക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഭാസ്കരൻ മാഷിന് ആ ഒരു യുക്തി ഒന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടിയിരിക്കുന്നു അല്ലേ. കരിമ്പുകളിൽ ഏറ്റവും മൃദുവായത് നീലക്കരിമ്പാണ്. അത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കത്തികളുടെ ഒന്നും ആവശ്യമില്ല. അപ്പം അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഹൃദയമാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് നമ്മളോട് പറയാതെ പറയുകയാണ് കവി. നമുക്ക് ആ പാട്ടിലേക്ക് കടക്കാം. ഇത് നീലക്കുയിൽ എന്ന മൂവിക്ക് വേണ്ടി 1954 ഭാസ്കരൻ മാഷ് എഴുതിയതാണ്. ഈ നീലക്കുയിൽ എന്ന മൂവിക്ക് നാഷണൽ അവാർഡ് ലഭിച്ചൊരു മൂവിയാണ്. 1954 മുമ്പ് വരെ മലയാള സിനിമാ ഗാനങ്ങളിൽ ഒട്ടേറെ ഗാനങ്ങളും എടുത്തു നോക്കിയാൽ നമുക്ക് ഒരേ രീതിയിലുള്ള ഗാനങ്ങളായിരുന്നു. ആവശ്യമില്ലാത്ത വാക്കുകളൊക്കെ കുത്തി നിറച്ചിട്ട് നമുക്കൊരു മനോഹാരിത കൊണ്ടുവരാൻ സാധിക്കാത്ത പാട്ടുകളായിരുന്നു. എങ്കിൽ നീലക്കുയിൽ 1954 ഇറങ്ങിയതിന് ശേഷം ഒട്ടേറെ വിപ്ലവങ്ങൾ പാട്ടുകളിൽ കൊണ്ടുവരാൻ സാധിക്കും, ഒട്ടേറെ മാറ്റങ്ങൾ, ഇങ്ങനെയെല്ലാം പാട്ടുകൾ കൊണ്ടുവരാം എന്ന് മലയാള സിനിമയ്ക്ക് ഒട്ടേറെ മാറ്റങ്ങൾ സംഭവിച്ച ഒരു കാലഘട്ടമായിരുന്നു 1954 നീലക്കുയിൽ ഇറങ്ങിയ സമയത്ത്. ഭാസ്കരൻ മാഷിൻ്റെ ഈണത്തിൽ രാമു കാര്യാട്ടും ഭാസ്കരൻ മാഷ് സംവിധാനവും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഗാനരചയിതാവും സിനിമ സംവിധാനവും ചെയ്തതും നമ്മുടെ ഭാസ്കരൻ മാഷ് തന്നെയാണ്. ഈ പാട്ട് പാടിയിരിക്കുന്നത് ജമുന ദേവിഡാണ്. ഈ പാട്ട് ആലപിക്കുന്നതിനായിട്ട് രഞ്ജിനി വർമ്മയെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വളരെ മനോഹരമായ ഗാനം നമ്മൾ ഈ സന്ധ്യയെ ഏറ്റവും മധുരമുള്ളതാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ്